RSSകാരാൽ കൊല്ലപ്പെട്ടപ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യം സത്യം എന്നൊക്കെ പറഞ്ഞ് മുഖത്തൊട്ടിച്ചു വെച്ചിരിക്കുന്ന മാതൃഭൂമി പത്രമുണ്ടല്ലോ, അവർ അത് വഴിപോക്കൻ മരിച്ചു എന്ന നിലയിലേക്ക് വാർത്ത ചുരുക്കി. ഈ കപടതയാണ് നമുക്ക് ചോദ്യം ചെയ്യാനുള്ളത്. ഈ നാട് നമുക്കെന്ത് മതം മാറാനുള്ള അവകാശം നൽകുന്നില്ലേ? ഈ നാട് നമുക്കെന്ത് മതം സ്വീകരിക്കാനും ആ മതത്തിനനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള അവകാശം നൽകുന്നില്ലേ? എന്നിട്ടും എന്തുകൊണ്ടാണ് നാം മതത്തിന്റെ പേരിൽ ക്രൂശിക്കപ്പെടുന്ന, മതത്തിന്റെ പേരിൽ ഇരകളാക്കപ്പെടുന്നവർക്ക് വേണ്ടി വാദിക്കാത്തത്? നാം എന്തുകൊണ്ട് കനയ്യക്ക് വേണ്ടിയും രോഹിത് വെമുലയ്ക്ക് വേണ്ടി മാത്രം വാദിക്കുന്നു? അവർ ഇരകളായിരുന്നു. എന്നാൽ അതിനേക്കാൾ ഭയാനകരമായി 40 നാൾ പിന്നിട്ടിട്ടും ഇവിടെ കാണാതെ പോയിരിക്കുന്ന നജീബ് എന്ന സഹോദരനുണ്ട്. സുഹൃത്തുക്കളെ, ഇവിടെയാണ് നാം നമ്മുടെ കർത്തവ്യം മനസ്സിലാക്കേണ്ടത്. നാഗ്പൂരിൽ നിന്നും ട്യൂൺ ചെയ്തു വിടുന്ന രാഗത്തിനും താളത്തിനുമൊത്ത് അച്ചപതിക്കുന്ന പത്രമാധ്യമങ്ങൾ, ഫ്രെയിമുകൾ സെറ്റ് ചെയ്യുന്ന ദൃശ്യമാധ്യമങ്ങൾ, നാഗ്പൂരിൽ നിന്നും അവരയക്കുന്ന അവരുടെ നിർദ്ദേശമനുസരിച്ച്, RSSന്റെ നിർദ്ദേശമനുസരിച്ച് സ്വന്തം പാർട്ടിയുടെ ക്യാമ്പയിനുകളും പ്രോഗ്രാമുകളും അജണ്ടകളും സെറ്റ് ചെയ്യുന്ന സോ കോൾഡ് മതേതര പാർട്ടികൾ, പിന്നെ ഇരകളായിട്ട് പോലും മൗനം പാലിക്കുന്ന ഇരകളുടെ ഉമറാക്കർ, ഇവരൊക്കെയാണ് നമ്മെ ഭീതിപ്പെടുത്തുന്നത്. RSSന്റെ മനോവാദത്തിൽ കൃത്യമായി എഴുതിയിട്ടുണ്ട്, ഈ നാടിന്റെ ശത്രുക്കളാണ് മുസൽമാനും ക്രിസ്ത്യാനിയും കമ്മ്യൂണിസ്റ്റുമെന്ന്. എന്നിട്ടും എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അവർക്കെതിരെ ശബ്ദമുയർത്താത്തത്? അല്ലെങ്കിൽ ശബ്ദമുയർത്തുന്നുണ്ടെങ്കിൽ തന്നെ തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം അവരെന്റെ കൂട്ടുകാരായി മാറുന്നത്? നാം ചിന്തിക്കേണ്ടതുണ്ട് സുഹൃത്തുക്കളെ. ഇത്തരത്തിൽ അക്രമത്തിനെതിരെയും അനീതിക്കെതിരെയും ഇവിടെ നടക്കുന്ന എല്ലാ അസത്യത്തിനും അന്യായങ്ങൾക്കെതിരെയും ശബ്ദമുയർത്താൻ എന്നും ഞങ്ങൾ മുൻനിരയിൽ തന്നെയുണ്ടാകും. ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, മാറ്റത്തിന്റെ കൊടുങ്കാറ്റായി ഞങ്ങൾ വീശുക തന്നെ ചെയ്യും. ഇത് സത്യം, സത്യം, സത്യം. മാറ്റത്തിന്റെ കൊടുങ്കാറ്റായി ഞങ്ങൾ വീശുക തന്നെ ചെയ്യും. ഇവിടെ മുസ്ലിം സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നം മുത്തലാഖല്ല, ബഹുഭാര്യത്വമല്ല. അത് ചുരുക്കം പേർ മാത്രം, 1% താഴെ മാത്രം. ഞങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം ഞങ്ങൾക്കറിയാം. ഞങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം ഞങ്ങളുടെ സഹോദരന്മാർ അകാരണമായി കരിനിയമങ്ങൾ ചാർത്തപ്പെട്ടുകൊണ്ട് കരിനിയമങ്ങൾ